ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു യെസ് ബാങ്കിന്റെ കാര്യമാണ്. ചിലപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഇൻ ഫ്യൂച്ചറിൽ കുറച്ച് ലോങ് ടൈം ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ അത് റിച്ച് ആക്കിയേക്കാം. ബിക്കോസ് ആ ഒരു കണ്ടീഷനിലാണ് ഈ സ്റ്റോക്കിന്റെ കറന്റ് ഉള്ള ഒരു കാര്യങ്ങളെല്ലാം. മാർക്കറ്റിൽ നല്ല ക്യാപിറ്റൽ മാർക്കറ്റിൽ അസറ്റ് ഉള്ള ഒരു സ്റ്റോക്കാണ് ഈ പറഞ്ഞ യെസ് ബാങ്ക്. അതുപോലെ തന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഇപ്പം ബാങ്ക് ഈ 24 രൂപ എന്ന് പറയുന്ന റേഞ്ചിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 24-30 റേഞ്ചിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇപ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാലോ, സാധാരണ ഒരു ചാനൽ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ചാനലിന്റെ അപ്പർ സൈഡും ലോവർ സൈഡും വന്നിട്ടാണ് ഇത് ബൈ സെല്ല് വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ ഇത് പറയാനുള്ള കാരണം അത് തന്നെയാണ്. ഇപ്പോൾ ഇതൊരു ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഈ ബ്രേക്ക് ഔട്ട് സസ്റ്റെയിൻ ചെയ്ത് ഇവിടെ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ച് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക്, കാരണം ഈ ഒരു റേഞ്ച് 25-26 റുപ്പീസ് ഒക്കെ ആയി കഴിഞ്ഞാൽ സസ്റ്റെയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഗ്രാജുവലി ഇത് മുകളിലോട്ട് പോകാൻ തുടങ്ങും. ബിക്കോസ് ഈ ഒരു മൊമെന്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇവിടെ നിന്ന് നേരെ അപ്സൈഡ് ആണ്, ഹയർ ഹൈസ് ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെറിയ ചെറിയ ഹയർ ഹൈസ് ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറൊരു കാര്യം നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഈ ലോവർ ചാനൽ, ഈ വരച്ചിരിക്കുന്ന ലോവർ ചാനൽ എപ്പോഴൊക്കെ താഴേക്ക് ബ്രേക്ക് ചെയ്യുന്ന അവിടെ ഒപ്പം നല്ലൊരു ബൈയിങ് സൈഡ് വന്നുകൊണ്ടിരിക്കുക. മനസ്സിലായി? ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ബ്രേക്ക് ചെയ്തു, അതിനുശേഷം നെക്സ്റ്റ് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നു. അതനുസരിച്ച് മെയിനിൽ സൈഡിൽ വന്നു കഴിയുമ്പോൾ ഈ ലൈനിൽ തട്ടിയിട്ട് അവിടെ ഒരു ബിയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നു. ബിക്കോസ് സെല്ലിംഗ് പ്രഷർ, ബൈയിങ് പ്രഷർ, സെല്ലിംഗ് പ്രഷർ, ബൈയിങ് പ്രഷർ. അതായത് ഇത് ഓപ്ഷൻസ് ഒക്കെ ചെയ്യുന്നവർ കൂടുതൽ പുട്ടും കോളും ഒക്കെ ഇട്ട് കൊടുക്കുന്ന റേഞ്ചുകളാണ് ഈ പറഞ്ഞ ഏരിയകൾ. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന ബൈയിങ് സെല്ലിങ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പറയാൻ കാരണം ഈ ഒരു റേഞ്ച് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഈ താഴേക്ക് വരുമെന്ന് പറയുന്ന ആൾക്കാരൊക്കെ കാളും കൂടുതൽ ഇവിടുന്ന് മേലോട്ട് പോകുമെന്ന് പറയുന്ന, അല്ലെങ്കിൽ ബൈയേഴ്സ് ആണ് ഇവിടെ കൂടുതലുള്ളത്. അപ്പോൾ അവരുടെ ആ ഒരു സെറ്റപ്പ് ഉള്ളതുകൊണ്ട് ഇത് മുകളിലോട്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ വന്ന് നിൽക്കുകയാണ്. ഇത് പറയാൻ കാരണം റിച്ച് ആകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ ഒറ്റ കാര്യം കൊണ്ടാണ്. ഇതിൻ്റെ നിങ്ങൾക്കൊരു 5 ഇയേഴ്സ് ബിഫോർ ഇതിൻ്റെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു റേഞ്ച് കാണാം. 2020 ഏകദേശം ഇത് 48, അത് നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടാൽ അറിയാൻ പറ്റും. 400 രൂപയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ് 5 വർഷം മുന്നേ 362, 402 വരെ പോയിട്ടുണ്ട്. ഫോർ ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ 350 റേഞ്ചിൽ പോയിട്ടുള്ള സ്റ്റോക്കാണ് ഇപ്പോൾ 24 രൂപയ്ക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനകത്തൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല, കൂടിയതല്ലാതെ. പിന്നെ ഇത് ഇങ്ങനെ ഡൗൺ ആവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നീരവ് മോദി, അതുപോലെ തന്നെ വിജയ് മല്യ, അങ്ങനെയൊക്കെയുള്ള കുറേ ആൾക്കാർക്ക് നോൺ പെർഫോമിംഗ് ആയിട്ടുള്ള അവർ കടം കൊടുത്തിരിക്കുന്ന കുറേ ഫണ്ട് ഉണ്ടായിരുന്നു. അതിൽ യെസ് ബാങ്കിൽ നിന്നൊക്കെ, അതുപോലെ പഞ്ചാബ് നാഷണൽ ബാങ്ക്, യെസ് ബാങ്ക്, ഏറ്റവും കൂടുതൽ യെസ് ബാങ്കിൽ നിന്നൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെയാണ് ഈ നമ്മുടെ ഫണ്ട് നോൺ പെർഫോമിംഗ് ആയതോടുകൂടിയാണ് ഇത് കിട്ടി താഴേക്ക് വരാൻ തുടങ്ങിയത്. പക്ഷേ അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനോ ബാങ്കിങ് സ്ട്രക്ചറോ അങ്ങനെയൊന്നും യാതൊരുവിധമായിട്ടുള്ള വിഷയങ്ങളും ഉണ്ടായിട്ടുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് അക്യുമുലേറ്റ് ചെയ്യാം. ഓൺ എഡ്യൂക്കേഷണൽ ബേസിസ് പർപ്പസ് ആണ്. സെൽഫായിട്ട് വേറെ അനലൈസ് ചെയ്യാൻ പറ്റുന്നവർ അനലൈസ് ചെയ്യുക. ബട്ട് മാർക്കറ്റിൽ വന്നിരിക്കുന്ന ഈ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും വെച്ചിട്ട് നമുക്കിത് പറയാൻ പറ്റും. ഇതൊരു റെക്കമെൻഡേഷനോ കാര്യങ്ങളൊന്നും അല്ല, പക്ഷെ ഞാനിത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. നല്ല ക്വാണ്ടിറ്റിയിൽ ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഹോൾഡ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ അതൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. ബിക്കോസ് ഈ ഒരു റേഞ്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ ഒരു റേഞ്ചിൽ മൾട്ടിപ്പിൾ ടൈംസ് ഇത് വന്ന് റിജക്റ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. അതായത് ലാസ്റ്റ് ടൈം വന്ന് ബ്രേക്ക് ചെയ്ത് കുറേ പോയി, അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല, തിരിച്ച് നേരെ താഴെ വന്ന് ഇവിടുന്ന് ബൈയിങ് എടുത്തിട്ട് പോയി, ഇവിടെ വീണ്ടും റീടെസ്റ്റ് ചെയ്തു, എഗെയിൻ ഇവിടെ ടെസ്റ്റ് ചെയ്ത് ബ്രേക്ക് ഔട്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ ബ്രേക്ക് ഔട്ട് ചെയ്ത് നിൽക്കുന്നതിൻ്റെ മീനിങ് ഇവിടെ സസ്റ്റെയിൻ ചെയ്യണം. ഒരു നല്ല ക്യാൻഡിലൂടെ ഇതിന് മുകളിൽ ഫോം ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു നല്ല ക്യാൻഡിലും കൂടെ നെക്സ്റ്റ് ഇതിന് മുകളിൽ ഫോം ചെയ്ത് ഈ ലൈനിന് മുകളിൽ കിട്ടിക്കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ഇത് ഗ്രാജുവലി നെക്സ്റ്റ് ലെവലിലോട്ട് പോകും. ഹയർ ഹൈസ് ലോ ഫോം ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ ഈ ട്രെൻഡ് റിവേഴ്സ് ആയി, നിങ്ങൾക്ക് ലോങ് ടൈം നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ട്രെൻഡ് റിവേഴ്സ് ആയതുകൊണ്ട് ഈ ട്രെൻഡ് റിവേഴ്സ് ആയി, ഈ താഴേക്ക് വന്നിരിക്കുന്ന ട്രെൻഡ് ഏകദേശം ഇവിടെ വന്ന് റിജക്ഷൻ എടുത്ത് താഴെ വീണ്ടും വന്നു. ഇതിനെ ഈ താഴേക്ക് ഈ ലൈനിൽ താഴേക്ക് പോയിട്ടില്ല. സോ ട്രെൻഡ് ഇവിടെ റിവേഴ്സ് ആയി. ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഈ ട്രെൻഡ് റിവേഴ്സ് ആയി. ഈ ഒരു ക്യാൻഡിലിനെ ഹൈഡ് ചെയ്തുകൊണ്ട് അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്ത് ട്രെൻഡ് റിവേഴ്സ് ആയി, റിജക്റ്റ് ചെയ്ത് താഴെ വന്ന് ട്രെൻഡ് റിവേഴ്സ് ആയി. അത് ഇവിടുന്ന് ഈ ഒരു നല്ലൊരു ബിയറിഷ് ക്യാൻഡിലാണ്. ആ ബിയറിഷ് ക്യാൻഡിലെ കവർ ചെയ്തിട്ട് ആ ബുള്ളിഷ് ക്യാൻഡിൽ വന്നു. ബുള്ളിഷ് ക്യാൻഡിൽ ഈ പറഞ്ഞിരിക്കുന്ന റെഡ് ക്യാൻഡിലിന്റെ 90% കവർ ചെയ്ത് മുകളിൽ നിൽക്കുകയാണ്. എന്താണ് നല്ലൊരു
ബുള്ളിഷ് മൊമെന്റം അത്യാവശ്യം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ക്യാൻഡിൽ മുകളിലാണ്, പക്ഷേ ഈ ക്യാൻഡിൽ ഒരു പെർഫെക്റ്റ് ക്യാൻഡിൽ അല്ല എന്നിരിക്കുക, പക്ഷേ ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് നല്ലൊരു ക്യാൻഡിലായിട്ട് മാറി. അതായത് ഈ ഒരു റെഡ് ക്യാൻഡിലിനെ വെച്ച് നോക്കുമ്പോൾ ഈ ക്യാൻഡിൽ ബെറ്റർ ക്യാൻഡിലാണ്. അതായത് ഇതിനെ കവർ ഓൾമോസ്റ്റ് 90% കവർ ചെയ്തു, മനസ്സിലായല്ലേ? അപ്പോൾ ഇത് ഇൻവാലിഡായിട്ട് ഇത് വാലിഡായിട്ടുള്ള ക്യാൻഡിലായിട്ട് മാറി. then അതിനുശേഷം നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്ത ക്യാൻഡിൽ ഈ പറഞ്ഞ മുകളിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇവൻ സെല്ലിംഗ് പ്രഷർ ഉണ്ട്. സെല്ലിംഗ് പ്രഷർ ഉണ്ടെന്ന് പറയാൻ കാരണം ഈ ലൈനിൽ പോയിട്ടാണ് ഈ ലൈൻ, ഈ ഒരു പ്രൈസ് റേഞ്ച് 14 പ്രൈസ് റേഞ്ചിൽ വന്നപ്പോൾ ഇവിടുന്ന് സെല്ലിംഗ് പ്രഷർ ഉണ്ട്. ഈ സെല്ലിംഗ് പ്രഷർ കാരണം അവിടെ വന്നതിന് താഴേക്ക് വന്നതാണ്. ദെൻ അഗെയിൻ ഈ ഒരു ലൈൻ തട്ടിയിട്ട് തിരിച്ച് നെക്സ്റ്റ് ഹയർ ബാൻഡിൽ പോയി. ഈ ബാൻഡിൽ വന്നിട്ടാണ് നെക്സ്റ്റ് സെല്ലിങ് കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ ലൈനിന് താഴേക്ക് പോകാൻ സാധ്യത തീരെ കുറവാണ്. ബിക്കോസ് ഫോം ചെയ്തിരിക്കുന്നത് നമുക്കറിയാം, നിങ്ങൾക്ക് ആ ഒരു ചരിവ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഹയർ ഹൈസ് വന്നുകൊണ്ടിരിക്കുകയാണ്, ഹയർ ഹൈസ് ആണ് ഇവിടെ വന്നിരിക്കുന്ന. ഹൈ കാട്ടി കൂടുതലുള്ള ഹൈ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഈ ഹൈന് താഴെയല്ല വന്നിരിക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ ഇതിന് ഹൈ ആണ്. അപ്പോൾ ഒരു ഗ്രാജുവൽ അപ് ട്രെൻഡ് ആണ് വന്നിരിക്കുന്നത്. ഈ ഗ്രാജുവൽ അപ് ട്രെൻഡ് കാരണം നെക്സ്റ്റ് ഈ പറഞ്ഞിരിക്കുന്ന ട്രെൻഡ് ലൈനിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം. നമുക്കത് നോക്കിയപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഡെയിലി നടക്കുന്ന ട്രേഡിങ്ങിൻ്റെ സെറ്റപ്പ് നമുക്ക് നോക്കിയപ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, നോക്കിയോ, അതേ ഈ ക്യാൻഡിലിൽ നമുക്കിപ്പോൾ അറിയാൻ പറ്റും. ഞാൻ ആ വരച്ചിരിക്കുന്ന അപ്പർ ലൈനാണ് ഈ കാണുന്നത്, അതായത് മേൽവശത്തെ ലൈനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് എത്രമാത്രം വാലിഡ് ആണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, മനസ്സിലായോ? നമ്മൾ വരച്ചിരിക്കുന്ന ആ ലൈനാണത്. ആ ലൈൻ അപ്പ് സൈഡ് വന്നിട്ടുണ്ട്. ഇത് സസ്റ്റെയിൻ ചെയ്തിരിക്കുകയാണ്, താഴേക്ക് പോകുന്നത്. ഈ സസ്റ്റെയിൻ ചെയ്ത് ഏകദേശം ഒരു കുറച്ച് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അത് മന്ത്ലി വൈസ് നോക്കുകയാണെങ്കിൽ ഒരു ഗുഡ് ക്യാൻഡിൽ, ഒരു നല്ല പെർഫെക്റ്റ് ക്യാൻഡിലിൻ്റെ മുകളിൽ കിട്ടിക്കഴിഞ്ഞാൽ അപ്പ് ട്രെൻഡ് ആണ്. അപ്പോൾ ഇവിടെ ബൈ ചെയ്യുന്നവർക്ക് ബൈ ചെയ്തുകൊണ്ടിരിക്കാം ഗ്രാജുവലി ടിൽ ഇവിടെ വരെ നമുക്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ ഒരു റേഞ്ച് നമുക്ക് ബൈയിങ് ആണ്. ഓക്കെ, അത് ഒരു പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്കാണ്, അതുകൊണ്ടാണ് ഇത് ഞാൻ പറഞ്ഞത്. അത്യാവശ്യം നല്ല പൊട്ടൻഷ്യൽ ഉള്ളതാണ്. അത് നോക്കേണ്ടുന്നവർക്ക് അക്യുമുലേറ്റ് ചെയ്യുന്നവർക്ക് എടുക്കാം. എൻ്റെ ഒരു റേഞ്ച് ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ ഒരു റേഞ്ചാണ്. ആ റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ എടുക്കാം. എടുത്തു കഴിഞ്ഞാൽ ലോങ് ടൈമിൽ, കുറച്ച് ഷോർട്ട് ടൈം എന്നുള്ള ലോങ് ടൈമിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മൂവ്മെൻറ്റ് കിട്ടും. ബിക്കോസ് 400 രൂപ 350 രൂപ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന റേഞ്ചിലാണ് താഴേക്ക് വന്നിരിക്കുന്നത്. എങ്ങനെ പോയാലും അത് മുകളിലേക്ക് പോകും, ഗ്രാജുവലി മുകളിലേക്ക് പോകും. ഇതിപ്പോൾ ഫുൾ അക്യുമുലേറ്റ് ചെയ്യില്ല, ആവറേജ് ചെയ്ത് വേണം വാങ്ങാനായിട്ട്. ഈ റേഞ്ചിൽ എന്താ സംഭവിക്കുക നോക്കിയിട്ട് വാങ്ങാം. അതായത് ഈ പറഞ്ഞ റേഞ്ചിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കുക. റിജക്ഷൻ എടുക്കുന്നത് നോക്കുക. വന്നിരിക്കുന്നത് നമുക്ക് ഇവിടെ വന്ന് താഴേക്ക് പോകാൻ നോക്കി, അതാണ് അതിൻ്റെ ടെക്നിക്കലി വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വട്ടം താഴേക്ക് പോകാൻ നോക്കി, നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, ഒരു വട്ടം ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോകാൻ നോക്കിയിട്ട് തിരിച്ച് സെല്ലേഴ്സ് കൊണ്ടോ താഴേക്ക് കൊണ്ടുവരാൻ നോക്കി. ഈ ലൈനിന് താഴേക്ക് പോയി വീണ്ടും ഇവിടെ റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് പോകാൻ നോക്കി, പക്ഷേ ബയേഴ്സ് തന്നെ പിക്ക് ചെയ്തുകൊണ്ട് പോകുന്നു. ദാറ്റ് മീൻസ് അത് സ്ട്രെങ്ത് ഓഫ് ബയേഴ്സ് ആണ് കാണിക്കുന്നത്. സ്ട്രെങ്ത് ഓഫ് ബയേഴ്സ് കാണിക്കുന്നത് വെച്ചാൽ അത് മുകളിലേക്ക് പോയി, മുകളിലേക്ക് കൊണ്ടുവന്നു ഗ്രാജുവലി ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്യുന്നു. ഈ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ഇനി ഇവിടെ റീടെസ്റ്റ് അടിക്കുമ്പോൾ റീടെസ്റ്റ് നോക്കുക. ഇവിടെ ഒരു റീടെസ്റ്റ് കൂടെ പ്രോപ്പറായിട്ട് റീടെസ്റ്റിന് ശേഷം നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഷുവറായിട്ട് അപ്സൈഡ് തന്നെ പോകും, ഗ്യാരണ്ടിയാണത്. എന്ന് വെച്ചിട്ട് മൊമെന്റത്തിലൂടെ പോകുന്നല്ല പറഞ്ഞ്, മാർക്കറ്റ് മൂവ്മെന്റ്, നിഫ്റ്റി മൂവ്മെന്റും ബാങ്ക് നിഫ്റ്റി മൂവ്മെന്റും ഉണ്ടാവുകയാണെങ്കിൽ അത് മൊമെന്റം കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ഗ്രാജുവലി അരിഞ്ഞ് മേലോട്ട് പോകും. ഓക്കെ, നല്ല കൺസൾട്ടേഷനാണ് അത്. തീർച്ചയായിട്ടും ഇവിടെ നിന്ന് റീടെസ്റ്റ് ചെയ്യും, റീടെസ്റ്റ് ചെയ്തിട്ട് ബൈ ചെയ്ത് മേലോട്ട് പോകും. താഴേക്ക് പോകണമെങ്കിൽ ഓൾറെഡി ഇവിടെ നിന്ന് തന്നെ ഈ റീടെസ്റ്റ് ഇവിടെ താഴേക്ക് പോകേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ തന്നെ താഴേക്ക് പോയാണ്. ഇനിയുള്ള മാർക്കറ്റ് ക്രാഷ് ഇഷ്യൂസോ എല്ലാം വരികയാണെങ്കിൽ മാത്രമേ താഴോട്ട് ആ ഒരു രീതിയിൽ ഫാൾ ആവത്തുള്ളൂ. അല്ലാത്തൊരു കണ്ടീഷനിൽ ഈ ഒരു രീതിയിൽ ഇവിടെ വന്ന് റീടെസ്റ്റ് ചെയ്യുന്ന കൊടുത്ത് മുകളിലേക്ക് പോയി, ഇവിടെ വന്ന് താഴേക്കും പോയി. ഓക്കെ, ഈ ലൈൻ ബ്രേക്ക് താഴെ പോയി, ദെൻ അഗൈൻ ആ ലൈനിൽ വന്ന് റീടെസ്റ്റ് ചെയ്തു, മുകളിലേക്ക് പോകാനുള്ള ശ്രമം നടത്തി, നടക്കാത്തത് കൊണ്ട് വീണ്ടും താഴേക്ക് പോയി ബയേഴ്സ് ഇവിടുന്ന് അക്യുമുലേറ്റ് ചെയ്ത് ഇവിടെ ബ്രേക്ക് ഔട്ട് കൊടുത്ത് നേരെ മുകളിലേക്ക് പോയതാണ്. അപ്പോൾ എഗൈൻ ഈ ഒരു റേഞ്ച് വരുമ്പോൾ ഒരു അൺസർട്ടനിറ്റി ഈ ഒരു റേഞ്ചിൽ വരും. ഈ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ബൈ സെല്ലിങ് നടക്കുന്ന, പിടിവിൽ നടക്കുന്ന ഏരിയയാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വന്നിട്ട് എന്താ നടക്കുക നോക്കിയിട്ട് മേലോട്ടെടുക്കാനുള്ളതാണ് മേലോട്ടെടുക്കുക, ആവറേജ് ചെയ്ത് വാങ്ങാനുള്ളതാണെങ്കിൽ ഗ്രാജുവലി വാങ്ങുക. ടിൽ നിങ്ങൾക്ക് ഈ ഒരു റേഞ്ച് വരെ നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, താഴേക്കാണെങ്കിൽ ഇന്ന് ഷോർട്ട് ചെയ്യാം, ഇന്ന് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ടുള്ളതാണ്, മനസ്സിലായോ? അപ്പോൾ താഴേക്ക് പോകാനുള്ള സാധ്യത തീരെ കുറവാണ്, ബിക്കോസ് ഇത്രയും ബൈയിങ് പ്രഷർ കിടക്കുന്നതാണ്. താഴേക്ക് പോയ സാധനം തിരിച്ച് മേലോട്ട് കൊണ്ടുപോയത്. അപ്പോൾ സോ റെക്കമെൻഡേഷൻ അല്ല, ബട്ട് ഇത് അനാലിസിസ് ആണ്. ടെക്നിക്കലി ഈ പറഞ്ഞു കഴിഞ്ഞാൽ ചാപ്റ്റർ പറയുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ.